കോഴിക്കോട്ട് KSRTC ബസ് കാണാൻ പറ്റുന്നുണ്ടോ ഈ സ്വകാര്യ ബസ്സുകൾക്കിടയിൽ? അരുൺ, പ്രധാനമായും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്ഥലമാണ് കോഴിക്കോട്. മലബാറിൻ്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. കോഴിക്കോടും കണ്ണൂരും ഒക്കെ അങ്ങനെയാണല്ലോ. ഞാനുള്ളത് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്, സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ പലയിടത്തേക്കും, അതായത് റൂറലിലേക്ക് പലയിടത്തേക്കും KSRTC ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അരുൺകുമാർ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇവിടെയുള്ള സ്ത്രീകൾക്ക്, മലബാറിലെ സ്ത്രീകൾക്ക്, കോഴിക്കോട്ടുള്ള സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്രയുടെ ആ സൗകര്യം ലഭിക്കുമെന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നരിക്കുനി ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സിലാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊന്നും KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്. ചേച്ചി, സൗജന്യയാത്ര ഇന്നു മുതലുണ്ട്, അറിഞ്ഞിരുന്നു? പക്ഷെ ആ റൂട്ടിലോട്ടൊന്നും KSRTC ബസ് ഇല്ലേ? നമ്മളൊക്കെ ഡെയിലി ഈ ഒരു ബസ് ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഉണ്ടോ ചേച്ചി നമ്മുടെ അങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ? ഇല്ല, KSRTC കുറവാണ്. അപ്പം നമുക്ക് ഈ സൗജന്യയാത്രയുടെ ഒരു സൗകര്യം കിട്ടില്ല അല്ലേ? കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ചേച്ചിനെ പോലെ ഈ ഒരു വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഡെയിലി നമ്മൾ ഫുൾ ചാർജ് ഇതൊക്കെ കൊടുത്ത് പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു റൂട്ടിൽ കൂടി വേണം എന്നുള്ളതാണ് നിങ്ങളുടെ പറയുന്നത്. ചേച്ചി എവിടുന്ന് വരുന്നു? ഇവിടുന്ന് അരുൺ, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പലർക്കും ഇതിൻ്റെ ഒരു സൗകര്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കോഴിക്കോട് നിന്നുള്ള ഒരു കാഴ്ച. ചേച്ചി അങ്ങോട്ട് പോകാം. ഞാൻ നരിക്കുനിക്കാണ്. അങ്ങോട്ടേക്ക് KSRTC ബസ്സുകളുടെ കുറവാണ്. കുറവാണ്. ഈ സൗജന്യയാത്ര ഇന്നു മുതലുള്ളത് വെള്ളിപ്പറമ്പെന്നാണ്. അപ്പോൾ ഒരു KSRTC ഉണ്ടായിരുന്നു, പക്ഷെ നിർത്തിയിട്ടില്ല. നിർത്താതെ പോയി. അപ്പോൾ ഈ റൂട്ടിലൊക്കെ ഇനിയിപ്പോൾ KSRTC വന്നു കഴിഞ്ഞാലേ നമുക്ക് ഈ സൗകര്യം കിട്ടുള്ളൂ. സൗജന്യയാത്ര കിട്ടുമായിരിക്കും. അരുൺ, അങ്ങനെ തന്നെയാണ്, വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഷെഡ്യൂളുകൾ വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരുവനന്തപുരത്തുള്ളത് പോലെയുള്ള ബസ് സർവീസ് വടക്കോട്ടില്ല എന്നുള്ളതാണ്.